ഹലോ, ഞങ്ങൾ ഇന്ന് പോണത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ ഒരു ഫാം കാണാൻ കേട്ടോ. ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫാമായിട്ടാണ് ഈ ഫാമിനെ കാണുന്നത്. അത് അധികം ദൂരമൊന്നുമല്ല, ചാലക്കുടിയിലാണ്. നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ പോകുന്ന റൂട്ടിൽ പരിയാരത്തുനിന്ന് ആ പള്ളിയുടെ തൊട്ടടുത്താണ് കേട്ടോ. ഇതാണ് പോകുന്ന വഴി. അപ്പം നമ്മളെപ്പോഴും മഴയൊക്കെയാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു പോവുക. അതുപോലെ തന്നെ എപ്പോഴും നന്നായി കെയർ ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുക. മരങ്ങളും കാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മഴയായതുകൊണ്ട് തന്നെ ഈ അതിരപ്പള്ളി റൂട്ടിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇത് കാണാമല്ലോ. അതായത് വാട്ടർഫോൾസിലൊക്കെ ഇറങ്ങാന്നൊക്കെ ഉള്ളൊരു കണക്കൂട്ടില്ല. അപ്പോൾ വലിയ സാഹസങ്ങൾക്കൊന്നും നിൽക്കാണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ വഴി കൂടെയാണ് ഇതാ കാണുന്ന ആ ഭാഗത്തേക്കാണ് എത്തുക കേട്ടോ. മെർലിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ എത്തി ആരോടും ചോദിച്ചാൽ തന്നെ പറഞ്ഞുതരും, അത്യാവശ്യം ഫേമസ് ആണ്. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ കരുതിയതേ അധികാരം ഉണ്ടാവില്ല, ഒന്നാമത് സൺഡേ ആണ്. അപ്പോൾ അധികാരം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ ഇവിടെ വന്നപ്പം എൻ്റെ ദൈവം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം അവിടെ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ സെയിലും ഉണ്ട്. അപ്പോൾ ആളുകൾ വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പലരും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടും കേട്ടും മാംഗോസ്റ്റിൻ ഇവിടെ കൃഷി ചെയ്യാന്ന് പറയുമ്പം ആൾക്കാർ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു ഫ്രൂട്ടായിട്ടല്ല എല്ലാവരും കാണുന്നത്. ഇപ്പൊ റംബൂട്ടാൻ ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുണ്ട്. ഇവിടെ ജാതി ഉണ്ട്, അതുപോലെ ഇതിപ്പോ ജാതിയാണ്. ഇതൊക്കെ റംബൂട്ടാന്റെ തൈകളാട്ടോ. ഇതേ മാംഗോസ്റ്റിൻ കിടക്കണ കണ്ടോ? ഇതാണ് നമ്മുടെ മാംഗോസ്റ്റിൻ. ഇതിൽ പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട്. അതിന് തരം തിരിച്ച് അവർ മാറ്റും. എന്നിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ചിലവർ ഇങ്ങനെ ഹോൾസെയിലുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. റീറ്റെയിൽ ആളുകൾ 10 കിലോനും 15 കിലോനൊക്കെ വീടുകളിലേക്ക് തന്നെ ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ ഫാം. ഈ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പം ഈ ഇടകലർന്നൊക്കെ കുറെ ജാതി തൈകൾ കാണാം. പിന്നെ നമുക്ക് ജാതിയാണോ മാംഗോസ്റ്റിനാണോ എന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ ഇവരിവിടെ എന്തോ മീനിൻ്റെ കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്കറിയില്ല വ്യക്തമായിട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ജാതിയും ഇതൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. റംബൂട്ടാനുണ്ട്. അപ്പം റംബൂട്ടാനാണെങ്കിൽ ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. ചെറിയ ഒരു പച്ച കളർ ഉണ്ടല്ലോ, അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം അതത്ര നമുക്ക് വീഡിയോയിൽ എടുക്കാവുന്ന പോലത്തെ ഒരു ഇതായിട്ടില്ല. പക്ഷേ മറ്റേ നമ്മുടെ മാംഗോസ്റ്റിൻ ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഇങ്ങനെ ഒരു കുറേയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പച്ച ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഫാമാണ്. നമുക്ക് വന്ന് കാണുമ്പം ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ എന്താ മാംഗോസ്റ്റിനും റംബൂട്ടാനും പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക, ഇത് എന്താ പറയുക, ജാതിക്ക, അങ്ങനെ കുറേ അതിൻ്റെ തൈകളും ഒക്കെ ഇവിടെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ റംബൂട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് മാംഗോസ്റ്റിൻ്റെ ചെറുതാണ് കേട്ടോ. കണ്ടോ, ഇതിനി വലുതായി പഴുത്തൊക്കെ വരും. അപ്പോൾ അവർ വന്ന് പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തരണേ. അതൊക്കെ ഫാമൊക്കെ സെറ്റ് ചെയ്തിരിക്കണത് കണ്ടാൽ തന്നെ ഇതിൻ്റെ പച്ചയാണ് കേട്ടോ. കണ്ട, അപ്പോൾ ഇത് കുറേ ഉണ്ട്. അങ്ങോട്ട് കുറേ ഇറങ്ങി പോകാനും പറ്റണില്ലേ, കാരണം മഴയല്ലേ, ആകെ ചെളിയായിട്ട് കിടക്കുക. അപ്പോൾ കാലൊക്കെ താഴ്ന്നു പോയാലോ എന്നൊക്കെ പേടിച്ചു. അപ്പോൾ അത് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇത് തൈകളാണ് കേട്ടോ. ഇതിൽ മറ്റേ മാംഗോസ്റ്റിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ടാവും. ചെറിയ തൈകളൊക്കെ ഉണ്ടോ. എങ്ങനെയായാലും ഒരു 3-4 വർഷമൊക്കെ എടുക്കും മാംഗോസ്റ്റിനൊക്കെ ആയിട്ട് വരാനായിട്ട്. പിന്നെ ജാതിയുടെ തൈകളുണ്ട്. പിന്നെ 1 കൊല്ലം കൊണ്ട് റംബൂട്ടാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിത് ഇവിടെ വന്നപ്പോൾ ഈ ആളുകളൊക്കെയും ഇത് വാങ്ങാൻ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ആളിങ്ങനെ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേട്ടന്മാർ. അപ്പം ഞാനും മേടിച്ചു, ഒരു 4 കിലോ മറ്റോ മേടിച്ചു. അപ്പം ഇതാണെങ്കിൽ തിന്നാലും മതിയാവാത്തൊരു ഐറ്റമാണ്. നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ, എനിക്കിത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടു തുടങ്ങി. അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ മേടിച്ച് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ആരെങ്കിലും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഇതേ കണ്ടോ പഴുത്ത് നിൽക്കുന്നതൊക്കെ. ഇപ്പം ഇതൊക്കെ നിങ്ങൾ വന്ന് കാണും വേണം, മേടിക്കും വേണം കേട്ടോ. നമുക്ക് റേറ്റ് കുറവിന് തന്നെയാണ് കിട്ടുക. ഹോൾസെയിലിനായാലും റീറ്റെയിലിനായാലും ഒരേ വില. പിന്നെ നല്ല മധുരവും ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ആരും ഇത് എന്താ പറയുക, ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോളൂ. അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുക. യാത്ര ചെയ്യുമ്പോൾ മഴയൊക്കെയാണ്, നന്നായിട്ട് കെയർ ചെയ്യുക. പിന്നെന്താ, റോഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ പോകാൻ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.